ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കുട്ടിക്കാലവും പിന്നെ മുതിർന്ന കാലവും ഇതൊരു കോൺട്രാസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും, ലോകത്തെല്ലാ ആളുകൾക്കും ഏത് ഭാഷയിൽ എഴുതിയാലും മനസ്സിലാകാവുന്ന ഒരു കോൺട്രാസ്റ്റിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബഷീർ ഇതിനകത്ത്. അത് വളരെ മനോഹരമായ കുട്ടിക്കാലം. പക്ഷേ നിങ്ങൾ മുതിരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ വരികയാണ്, ദുരന്തങ്ങൾ വരികയാണ്, അങ്ങനെ അങ്ങനെ തീർന്നു പോവുകയാണ്. ഇത് ഏത് കാലത്തും, അത് 82 വർഷങ്ങൾക്ക് ഇപ്പുറം വായിക്കുമ്പോൾ ഒരാൾക്ക്, ഇപ്പം ഞാൻ ഈ പുസ്തകം നമ്മൾ ഈ പരിപാടി ചെയ്തതിന് ശേഷം എന്നാൽ പിന്നെ വായിച്ചേക്കാന്ന് കരുതിയിട്ട് വായിക്കുന്ന ഒരു കുട്ടിക്കും അയാളുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ടേക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ കുട്ടിക്കാലം എന്തുകൊണ്ടാണ് സവിശേഷതയായിട്ടുള്ളതായിരിക്കുന്നതെന്ന് വെച്ചാൽ, കുട്ടിക്കാലത്ത് എല്ലാം മനോഹരമാണ്, എല്ലാം നിറങ്ങളുള്ളതാണ്. ഏത് ഡാർക്കായിട്ടുള്ള കുട്ടിക്കാലം കിട്ടിയ ആൾക്കും കുട്ടിക്കാലം കുറേയേറെ സന്തോഷകരമായിട്ടുള്ള, കാരണം അവർ ലോകത്ത് ആദ്യമായിട്ട് കാണുകയാണ്. ഇപ്പോൾ അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട കവയിത്രിയുണ്ട്, ലൂയി ഗ്ലുക്ക് എന്ന് പറയും. ലൂയി ഗ്ലുക്ക് കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങൾക്കപ്പുറത്ത് നോബൽ സമ്മാനം വാങ്ങിച്ച ആളാണ്. ലൂയി ഗ്ലുക്കിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ ഒരു വരിയുണ്ട്. ആ വരി, വി ലുക്ക് അറ്റ് ദ വേൾഡ് വൺസ് ഇൻ ചൈൽഡ്ഹുഡ്, ദ റെസ്റ്റ് ഈസ് മെമ്മറി എന്നതാണ്. അതായത് വി ലുക്ക് അറ്റ് ദ വേൾഡ് വൺസ് ഇൻ ചൈൽഡ്ഹുഡ്, ദ റെസ്റ്റ് ഈസ് മെമ്മറി. നമ്മൾ കുട്ടിക്കാലത്തെ ഒരു തവണയെ, നമ്മൾ ലോകത്തെ ഒരു തവണയെ കാണുന്നുള്ളൂ കുട്ടിക്കാലത്ത്, ബാക്കിയുള്ള എല്ലാം ഓർമ്മകളാണ് എന്നതാണ്. അത് പ്രത്യേകിച്ച് അതിൻ്റെ ആ കവിതാ വരിയുടെ അർത്ഥങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. അത് നമ്മൾ തന്നെ കണ്ണടച്ചെന്ന് ആലോചിച്ചാൽ നമ്മുടെ കുട്ടിക്കാലമാണ് ഏറ്റവും മനോഹരം. നമ്മൾ ലോകത്തെ ആദ്യമായിട്ട് കാണുകയാണ്, അപ്പോൾ നമ്മുടെ മനസ്സിലത് പതിഞ്ഞിരിക്കും. ബാക്കിയെല്ലാം പിന്നെ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ എൻ്റെ ജീവിതം നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ ഓർമ്മകളെ കുറിച്ച് ആലോചിക്കുക. പക്ഷേ കുട്ടിക്കാലത്ത് അങ്ങനെയല്ല, നമ്മൾ ഓരോ കാര്യവും പുതുതായിട്ട് കാണുകയാണ്. അവിടെ വെച്ചാണ് ഇവിടെ തുടങ്ങുന്നത്. ആ പുതുതായിട്ട് കാണുന്നതിൻ്റെ ഫ്രഷ്നെസ്, കുട്ടിക്കാലത്തിൻ്റെ ആ ഫ്രഷ്നെസ് ബാല്യകാല സഖിയിൽ ബഷീർ അതിമനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുക. ഇതൊരു 12-13 അധ്യായമുള്ള നോവലാണ്, ചെറിയ ചെറിയ അധ്യായങ്ങളുള്ളത്. അതിൽ 6 അധ്യായവും എന്ന് വെച്ചാൽ പകുതിയോളം കുട്ടിക്കാലത്തെക്കുറിച്ചുള്ളതാണ്. എന്താണ് ബഷീർ ആദ്യം തന്നെ, ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്നു, എന്നിട്ട് ഇവർ മാവിന്മേൽ കയറുന്നു, ഈ മാങ്ങ കൊണ്ടുപോയി കൊടുക്കുന്നു, വഴക്ക് തീരുന്നു, ഇവർ സുഹൃത്തുക്കളാകുന്നു, ഇവരുടെ ഒരാളുടെ മാർക്ക് കല്യാണവും ഒരാളുടെ എന്താണ് കാതുകുത്തും നടക്കുന്നു, അവിടങ്ങളിലേക്ക് അവർ പോകുന്നു. പിന്നെ അവർ പതുക്കെ പതുക്കെ വലുതാകുന്നു. പിന്നെ അവർ ഈ കാലിലൊരു പരുവന്ന് പഴുത്തിട്ട് അത് സുഹറ ഉമ്മ വെച്ച് പൊട്ടുമ്പോൾ അവർക്കിടയിൽ ആദ്യമായിട്ട് മുതിർന്ന ആണും പെണ്ണും തമ്മിലുള്ള ഒരു കിസ് സീന് സംഭവിക്കും. അതിനുശേഷം പിന്നെ മുതിരുകയാണ്. പിന്നെ അവർ ജീവിതത്തിൻ്റെ ഒരു ഡാർക്ക് സംഗതികളിലേക്ക് പോവുകയാണ്. അങ്ങനെയാണല്ലോ ഉള്ളത്. ഈ കുട്ടിക്കാലം നമ്മൾ വായിക്കുന്ന കൊതിയാവും. ആദ്യ അധ്യായമൊക്കെ എന്ന് വെച്ചാൽ അത്രക്ക് മനോഹരമാണ്. അതായത് ഇവർ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, മജീദ് ഒരു വലിയ പണക്കാരന്റെ മകനാണ്. സുഹറയാണെങ്കിൽ പാവപ്പെട്ട അടക്ക കച്ചവടക്കാരന്റെ മകളാണ്. അപ്പൊ അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരെ ഒരു സ്ഥലത്തും അത് ബുദ്ധിമുട്ടിക്കുന്നേ ഇല്ല. അവർക്കെല്ലാം പുതിയതാണ്. ഇപ്പോൾ മാവിന്റെ മുകളിൽ കയറിയിട്ട് ഇവൻ ചോദിക്കും, ഞാൻ എനിക്ക് ഇവിടെ എല്ലാം കാണാം, എല്ലാം കാണാമോന്ന്. മക്കം കാണാമോന്ന് ചോദിക്കും. അപ്പോൾ മക്ക മാത്രമല്ല, മദീനത്തെ പള്ളി എനിക്ക് കാണാം എന്ന് പറയും. അപ്പോൾ ലോകത്തെ ഫ്രഷായിട്ട് കാണുന്ന അതിമനോഹരമായിട്ടുള്ള കുട്ടിക്കാലത്തോടെ കോൺട്രാസ്റ്റ് ആയിട്ട് അപ്പുറത്ത് നിങ്ങളുടെ ദുരന്ത പര്യവസായിരിക്കുന്ന ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത തരം ഡ്രാമയാണ്.